ഹലോ കൂട്ടുകാരെ, ജോസ്മി ആട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മുടെ ഫോളോവേഴ്സിൽ 2-3 പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രെയർ ഏരിയയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന രൂപങ്ങളുടെ റേറ്റും അതെന്ത് മെറ്റീരിയലാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. പുതിയതായിട്ട് വീട് പണിയുന്നവർക്ക്, ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ മെയിൻ എൻട്രൻസിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഒരു ഈശോൻ്റെ രൂപമാണ്. ഇത് അക്രിലിക്കുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 4000 സംതിങ് അങ്ങാണ്ടാണ് റേറ്റ് വന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റാൻഡേർഡുള്ള രൂപമാണ്. പണ്ടൊക്കെയാണ് ഈ ലാമിനേറ്റ് ചെയ്ത രൂപങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം അക്രിലിക്കിലൊക്കെ നല്ല ഭംഗിയുള്ളത് കാണാനുണ്ട്, പക്ഷേ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് മാത്രം. പിന്നെ മെയിൻ എൻട്രൻസിൽ ഈശോൻ്റെ രൂപവും ബാൽക്കണിയിൽ മാതാവിൻ്റെ രൂപവും വേണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മാതാവിനെ കുറച്ചധികം സ്നേഹിക്കുന്ന കൂട്ടത്തിലാണ്, പ്രത്യേകിച്ച് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽക്കണിയിൽ മാതാവിൻ്റെ ഉണ്ണീശോൻ്റെ രൂപം വേണമെന്നായിരുന്നു കേട്ടോ എനിക്കൊരു നിർബന്ധം. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മെയിൻ പ്രെയർ ഏരിയയിലോട്ട് നമ്മൾ കയറി അവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു തിരുക്കുടുംബത്തിൻ്റെ രൂപം. ഇത് അക്രിലിക്കിലുള്ളതാണ്. ഇതിന് ഏകദേശം 8000 9000 അങ്ങോട്ടാണ് റേറ്റ് വന്നത്. എന്തായാലും 10,000 താഴെയാണ് കേട്ടോ. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഈ ഒരു അക്രിലിക്കിൻ്റെ ഈ ഒരു തിരുക്കുടുംബ രൂപം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉള്ള തിരുക്കുടുംബത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സാധാരണ ലാമിനേറ്റ് ചെയ്ത അങ്ങനത്തെ ഒരു രൂപമൊക്കെ ആയിരുന്നു. ഈ അക്രിലിക്കിലുള്ള ഈ ഒരു രൂപം കണ്ടപ്പം ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കണ്ടാൽ പ്രാർത്ഥിക്കാൻ തോന്നൂല എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. വേണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇച്ചാന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഇത് വേണം, നല്ല ഭംഗിയാണ്, നല്ല ചൈതന്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹൗസ് വാമിങ്ങിന് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭിപ്രായം പറഞ്ഞതും ഈ ഒരു രൂപത്തിനെ പറ്റിയിട്ടാട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ചൈതന്യമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ വീട്ടിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇത് തന്നെയാട്ടോ. കണ്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും. ഭയങ്കര നാച്ചുറൽ ഫീലാണ്. ഇതാണ് നമ്മുടെ ഒരു പ്രെയർ ഏരിയ കേട്ടോ. ഇത് നമ്മുടെ ഒരു വെനീറൊക്കെ ഒട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ പ്രൊഫൈലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും ആർഭാടം വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രെയർ ഏരിയയാണ് നമുക്ക് വേണ്ടുന്നത്, കണ്ട മടുപ്പ് തോന്നരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്റീരിയർ ഡിസൈനറോട്. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ് കേട്ടോ. ഇതിലുള്ള പല രൂപങ്ങളും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതുകൊണ്ട് നമ്മളായിട്ട് വാങ്ങിയതുണ്ട്. മോളിൽ കാണുന്ന കൊന്ത ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് വന്നപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും കൂടെ ആയ അച്ഛൻ ബിജോച്ച് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. താഴത്തെ മാതാവും നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ബൈബിളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു രൂപം കണ്ട മാതാവും ഉണ്ണീശോ ഇരിക്കുന്നത്, ഇതും നമുക്ക് ഒരു ഫോട്ടോ ആയിട്ട് നമ്മുടെ പള്ളിയിലെ വികാരിയച്ഛൻ ഫാദർ ചാണ്ടി പുന്നക്കാട്ടിൽ നമുക്ക് സമ്മാനം തന്നതായിരുന്നു. അത് ഞങ്ങൾ ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. ഇതാണ് ബൈബിൾ സ്റ്റാൻഡിനെ കുറിച്ച് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് ഏകദേശം ഒരു 250-300 അങ്ങാണ്ട് റേറ്റേ ആയിട്ടുള്ളൂ. നല്ലൊരു ബൈബിൾ സ്റ്റാൻഡ് ഇത് ഞങ്ങൾ ദ്വാരക, ഈ രൂപങ്ങളെല്ലാം ഈ ദ്വാരക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അവിടെ പാസ്റ്റർ സെൻ്ററിൻ്റെ അവിടെ ഒരു ബുക്ക് സ്റ്റോളുണ്ട് ഈ രൂപങ്ങളൊക്കെ കൊടുക്കുന്നത്, അവിടെ നിന്ന് വാങ്ങിയത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഡൈനിങ്ങിലോട്ട് പോകാം. അവിടെ എന്തായാലും ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ വെക്കുമല്ലോ. അത് വെക്കാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഇച്ചാൻ്റെ ഫ്രണ്ടൊക്കെ വന്നപ്പം അവർ നമുക്ക് ഗിഫ്റ്റ് ചെയ്തത് ഈ ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഈ ഒരു ഫോട്ടോയാണ്. ഭയങ്കര ചൈതന്യമുള്ളൊരു ഫോട്ടോയാണ്, ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളിത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള തീയും കാര്യങ്ങളൊക്കെ നമുക്ക് ഒറിജിനലായിട്ട് അവിടെ കത്തി നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുക. ശരിക്കും ഒറിജിനൽ ആൾക്കാർ വന്ന് നിൽക്കുന്ന പോലെ ഒരു നല്ലൊരു ഇതും ഫ്രെയിമാണിത്. പക്ഷേ ഇത് അക്രിലിക് തന്നെയാണ്. റേറ്റ് അതുകൊണ്ട് അറിയത്തില്ല, പക്ഷേ അത്യാവശ്യം നല്ല റേറ്റ് ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും വലിയതാണ്, അതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആരെങ്കിലും ലാസപ്പറൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ വാങ്ങി വെക്കുവാണെങ്കിൽ ഒരുപാട് ഓവറുമല്ല, എന്നാൽ പാകത്തിനുള്ളതാണ് താൻ. നമുക്കിങ്ങനെ കണ്ട മടുപ്പ് തോന്നൂല, അങ്ങനെയുള്ളതാണ് കേട്ടോ. പിന്നെ ബാൽക്കണിയിൽ ഞാൻ പറഞ്ഞല്ലോ മാതാവിനെ ഉണ്ണീശോനെ വെക്കണം എന്നായിരുന്നു എൻ്റെ ഒരു നിർബന്ധം. കുറച്ച് അക്രിലിക്കിലുള്ളത് തന്നെ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു, പക്ഷെ നമുക്കത് കിട്ടിയില്ല. മാതാവിന് കുറച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന മാതാവിൻ്റെ ഒക്കെ രൂപമാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ ഏതായാലും നമുക്ക് ഹൗസ് വാമിങ് ആവാനായി, ആ ദിവസം തലേ നമ്മൾ വാങ്ങാൻ പോകുന്നത്. അപ്പം കിട്ടിയത് ഒരു ഫ്രെയിം ചെയ്തത് നമ്മളിങ്ങനെ ഒരെണ്ണം വാങ്ങിയതേ ഉള്ളൂ. പക്ഷെ നല്ല മാതാവാണ് കേട്ടോ. അതും ഈ ഒരു ഫ്രെയിമിന് ഏകദേശം ഒരു 800 രൂപ, ഒരു 1000 താഴെ ആയിട്ടുള്ളൂ കേട്ടോ. ഈ മാതാവ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ആരാ തന്നേന്നൊന്നും അറിയത്തില്ല, പക്ഷേ നമ്മുടെ ഈ മാതാവെല്ലാം ബാക്കിയുള്ള രൂപങ്ങളെല്ലാം ഞാൻ ജോവാൻ്റെ സ്റ്റഡി ടേബിളിലാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സ്റ്റഡി ടേബിൾ കണ്ടിട്ടാണ് കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്ത് ഓരോന്ന് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം പിന്നെ ഈ ഒരു കാവൽമാലാഖേൻ്റെ ഒരു ഫോട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രെയിം ചെയ്ത് വെക്കണമെന്ന് കുറേ വിചാരിക്കുന്നു, പക്ഷേ ഞാനിങ്ങനെ അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചങ്ങ് വെച്ചു, വൈകിപ്പോയി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വീട്ടിലെ രൂപങ്ങളെ പറ്റി പറയാനുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.